2023 ക്രിസ്മസ് കാലത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയായിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനയിൽ എത്തുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഏകദേശം 1.5 കൊല്ലമായി. ഇപ്പൊ അവര് തന്നെ ഏറ്റു പറയേണ്ടല്ലോ അതെല്ലാം. ആട്ടിൻ തോലിട്ട ചെന്നായികളായിരുന്നു കേക്കുമായിട്ട് വന്നത്. ഇനി ആര് കേക്കും കിരീടമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ പറഞ്ഞല്ലോ. 834 സംഭവങ്ങളാണ് കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കുന്നത്. എത്ര വൈദികരാണ് ജയിലിലുള്ളത്? എങ്ങനെയാണ് സ്റ്റാൻ സ്വാമിയെ കൊന്നത്? ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ വന്ധ്യവയോധികനായ പാർക്കിൻസൺ ഡിസീസ് ബാധിച്ച ഒരു ഗ്ലാസ് വെള്ളം 2 കൈവച്ചും ചേർത്ത് കുടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിൽ അറയ്ക്കുള്ളിൽ ചങ്ങലക്കിട്ട് ഒരു സ്ട്രോ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. കൈ 2 ചേർത്ത് പിടിച്ച് ഗ്ലാസ് പിടിക്കാൻ പറ്റാത്ത ഒരാളെ ജയിലിലിട്ട് കൊല്ലുന്നത്. അത് ചെയ്ത ഭരണകൂടമാണ്. രാജ്യവ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസാമിൽ, മധ്യപ്രദേശിൽ, ഒഡീഷയിൽ, ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ സഭാവസ്ത്രങ്ങൾ അണിഞ്ഞ് കന്യാസ്ത്രീയന്മാർക്കോ അച്ഛന്മാർക്കോ യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് രാജ്യത്തുടനീളം. ഇവരുടെ സർക്കാരല്ലേ ഇവരെ ജയിലിലാക്കിയത്? എന്നിട്ട് ഇവർ ഈ പറയുന്നതിന് എന്താ അർത്ഥം? ഇപ്പൊ കൈ മലത്തി കാണിക്കുക കേക്കുമായിട്ട് പോയ ആളുകൾ. എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് അതിൻ്റെ അകത്ത്? 2 കന്യാസ്ത്രീമാർ ജയിലിലാണ്. അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായികളെ പറ്റി ഞങ്ങൾ പണ്ട് പറഞ്ഞത് ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. പാർലമെന്റ് മെമ്പർമാരുടെ 2ാമത്തെ ഡെലിഗേഷൻ അവിടെയുണ്ട്, ഇന്നുണ്ട്. MP-മാരുടെ ഡെലിഗേഷൻ പോയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീമാർ പ്രതിനിധീകരിക്കുന്ന 2 നിയോജകമണ്ഡലങ്ങളിലെ MLA-മാർ റോജി എം ജോണും അതുപോലെ സജീവ് ജോസഫും അവിടെ ദിവസങ്ങളായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാണ്. ഇവരുടെ നിയമസഹായവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്